ഹായ് മക്കളെ, +1 റിസൾട്ട് അറിഞ്ഞല്ലേ? എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക ആദ്യം തന്നെ. പിന്നെ അത് മാത്രമല്ല, ഇനി മുതൽ നിങ്ങൾ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി മുതൽ നിങ്ങൾ +1കാരല്ല, ഇനി മുതൽ നിങ്ങൾ +2കാരാണ്. അപ്പോൾ +2ലുള്ള എല്ലാ അപ്ഡേഷനുകളും ലൈവ് ക്ലാസ്സുകളും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും സിലബസുകളും എല്ലാം പറയുന്നത് ഇനി ഈ ചാനലിലായിരിക്കും, +2ൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. ബാക്കി പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ പോകുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID SP_സഹദ് എന്നുള്ളത്. ഇതെന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജിലൂടെ ചോദിക്കാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. സാറേ, എങ്ങനെയാണ് പെർസെൻറ്റേജ് അറിയാം? അതായത് ഞങ്ങൾക്ക് +1 റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് ആണോ എനിക്ക്, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസി ചോദിച്ചു എത്ര പെർസെൻറ്റേജ് ആണ്, പക്ഷെ എനിക്ക് പറയാൻ കഴിയണില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് മക്കളെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 520 അല്ലെങ്കിൽ 620 ഉണ്ടാവും, ചിലപ്പോൾ 580 ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 560 മാർക്കിൻ്റെ ആണെന്ന് വിചാരിക്കാം. അതായത് ടോട്ടൽ മാർക്ക്, അല്ലെങ്കിൽ 620 തന്നെ എടുക്കാം, അല്ലെങ്കിൽ 620 580 എടുക്കാം കേട്ടോ. ഓക്കെ, ടോട്ടൽ മാർക്ക് 580. ഇത് എവിടുന്നാണ് സാറേ ഈ ടോട്ടൽ മാർക്ക് കിട്ടിയത്? ടോട്ടൽ മാർക്ക് 580 എന്നുള്ളത് ഈ ടോട്ടൽ മാർക്ക് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റുകളും എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് വിചാരിക്കുക, അത് 80 മാർക്കിലാണ് എക്കണോമിക്സ്. അതേപോലെ പൊളിറ്റിക്സ് 80 മാർക്കിലാണ്. അപ്പോൾ അവരുടെ ടോട്ടൽ മാർക്ക് എത്രയാണ്? 80. ഇംഗ്ലീഷ് എത്രയിലാണ്? 80. മലയാളം എത്രയിലാണ്? 80. ഓക്കെ അല്ലേ? സോഷ്യോളജി എത്രയിലാണ്? 80. അപ്പോൾ 80ൻ്റെ ഉണ്ടാവും, 60ൻ്റെ ഉണ്ടോ. ഇങ്ങനെ നിങ്ങളുടെ 6 വിഷയത്തിൻ്റെയും ടോട്ടൽ മാർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ 580 ടോട്ടൽ മാർക്ക് എന്ന് വിചാരിക്കുക. 560 ഉള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓരോരുത്തർക്ക്, കാരണം ലാബ് എക്സാമും കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ്. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. അതാണ് ടോട്ടൽ മാർക്ക് എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ കിട്ടിയ മാർക്ക് ഒന്ന് ആലോചിക്കാം. നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ കിട്ടിയ മാർക്ക്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നോക്കിയപ്പോൾ കൂട്ടി നോക്കിയപ്പോൾ 540 മാർക്കാണെന്ന് വിചാരിക്കാം. 540 മാർക്കാണ് നിങ്ങൾ എഴുതി വാങ്ങിയെന്ന് വെച്ചാൽ സി മാർക്കൊക്കെ ഉൾപ്പെടുത്തി കേട്ടോ. അതായത് നിങ്ങളുടെ മാർക്ക് സി മാർക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ 540 നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ മാർക്ക് എത്ര പറഞ്ഞത്? അതായത് എല്ലാ വിഷയത്തിനും കൂടി ടോട്ടൽ മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. 100 കൊണ്ട് എന്ത് ചെയ്യുക, ഹരിക്കുക. മനസ്സിലായോ? 100 കൊണ്ട്. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് കാണിച്ചില്ല നിങ്ങൾക്ക്. അതായത് ഒരു 600ൻ്റെ തന്നെ എടുക്കാം. 600 മാർക്കാണ് ടോട്ടൽ മാർക്ക് എന്ന് വിചാരിക്കുക. ഒരു ഇതിൻ്റെ ഏതെങ്കിലും സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏതെങ്കിലും ആവട്ടെ, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിപ്പിച്ചതാണ്. അതായത് 600 മാർക്കാണ് എല്ലാ വിഷയങ്ങളും കൂടി ടോട്ടൽ മാർക്ക് എന്ന് പറയും. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും 600 വിചാരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും 600. അപ്പം കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് നിങ്ങളുടെ പേഴ്സൻ്റ് വെച്ചാൽ 600 ആയിരിക്കണം. 600 എത്ര ഉണ്ട്? 600ൽ എത്ര 600 ഉണ്ട്? അങ്ങനെ ആലോചിച്ചാൽ മതി. എത്ര 600 ഉണ്ട്? 600 ഹരിക്കണം 600. 1 അല്ലേ? 1 ഇൻറ്റു 100. അപ്പം എത്ര കിട്ടും? 100. പെർസെൻറ്റേജ് എത്ര? 100%. ശരി തന്നെയല്ലേ? 600ൽ 600 മാർക്ക് കിട്ടിയ ഒരാൾ എത്ര ശതമാനം എന്ന് പറയും? 100% എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇനി ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതിപ്പോൾ ഞാൻ 600 ആയതുകൊണ്ടാണ് പെട്ടെന്ന് ബോർഡിൽ ഇങ്ങനെ ചെയ്തതെന്ന്. ചിലപ്പോൾ പോയിന്റ് എന്നൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതെല്ലാം കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് എത്രയാണോ, അതായത് 80 അതൊക്കെ കൂടി ടോട്ടൽ മാർക്ക് ഒന്ന് വരും. ചില വിഷയം 60-ലായിരിക്കും. അപ്പോൾ അതും കൂടിയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, ഐഡിയ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ സി മാർക്കൊക്കെ കൂട്ടിയിട്ട് തന്നെ നിങ്ങൾ നോക്കണ്ട. സി മാർക്ക് കൂട്ടുന്നത് ഇതിലൊക്കെ 100-ലായിരിക്കും മാർക്ക് വരാം. അതായത് 80 എഴുതിയിട്ടും സി മാർക്ക് 20 ഉണ്ടാവും. അപ്പോൾ 100-ൽ തന്നെ നിങ്ങൾ കൂട്ടുക. നിങ്ങളുടെ ടോട്ടൽ മാർക്ക്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പേഴ്സൻറ്റേജ് കാണാന്നുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഞാൻ പറയുന്നതാ, ഈ ഒരു ഇൻസ്റ്റഗ്രാം ID SP_സഹദ് എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എങ്ങനെ, സെറ്റ് അല്ലേ?